ഹായ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളെല്ലാവരും സിനിമയായാലും വെബ് സീരീസ് ആയാലും അധികമായി കാണുന്ന ആൾക്കാരാണ്. ഞാൻ കണ്ട വെബ് സീരീസിൽ എന്നെ അഡിക്റ്റാക്കിയിട്ടുണ്ടായിരുന്ന രണ്ട് വെബ് സീരീസുകളാണ് ഗെയിം ഓഫ് ത്രോൺസും അതോടൊപ്പം ഹൗസ് ഓഫ് ഡ്രാഗൺസ് എന്ന് പറയുന്നത്. ഈ രണ്ട് സീരീസുകളിലും ഡ്രാഗൺസിനെ കാണിക്കുന്ന ഓരോ സീനുകളും അത്ര അത്ഭുതത്തോടെയായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിലെ ഓരോ സീനുകൾ കാണുമ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, ഡ്രാഗൺസും മനുഷ്യരും ഇതുപോലെ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടാകുമോ എന്ന്. ഇതെല്ലാം വെറുമൊരു കെട്ടുകഥയാണ് എന്നാണ് നമ്മളെല്ലാവരും ഇത്ര വർഷം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത്ര വർഷം ഡ്രാഗൺസ് എല്ലാം വെറും കെട്ടുകഥയാണ് എന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന നമുക്ക് എല്ലാവർക്കും തെറ്റി. എന്നാൽ നമ്മൾ ഡ്രാഗൺസിനെ കൂടുതലായി കണ്ടിട്ടുള്ളത് ചൈനീസ് സിനിമകളിലും ചൈനീസ് ആർട്ടുകളിലും മാത്രമാണ്. എന്നാൽ ചൈനയിലെ ജനങ്ങളെ സംബന്ധിച്ച് ഡ്രാഗൺസ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഒരു ഭാഗമായി തന്നെയാണ് അവർ കാണുന്നത്. ചൈനയിലെ കുറച്ച് ആർക്കിയോളജിസ്റ്റുകളെല്ലാം ചേർന്ന് ഡ്രാഗൺസിനെ കണ്ടുപിടിക്കാനുള്ള ഗവേഷണങ്ങൾ 2000-ൽ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും അവർക്ക് ഇത്ര വർഷമായിട്ടും ഇതിനുള്ള ഒരു തെളിവും ലഭിച്ചിട്ടില്ല എന്ന്. അവരുടെ ഇത്ര വർഷത്തെ ഗവേഷണത്തിൻ്റെ ഫലമായി ഡ്രാഗൺസ് ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന് 2 തെളിവുകൾ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരുടെ ഗവേഷണം ആരംഭിച്ച് ഏകദേശം 2 വർഷം കഴിഞ്ഞ് 2003-ൽ ഡ്രാഗൻ്റേതെന്ന് പറയുന്ന ഒരു ഫോസിൽ അവർ കണ്ടുപിടിക്കുകയും ചെയ്തു. എന്നാൽ ആ കാലത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്ന ജനങ്ങൾ അത് വിശ്വസിക്കാതിരിക്കുകയും അത് ഡൈനോസറുടെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരു ജീവിയുടെ ഫോസിലാണെന്ന് പറയുകയും ചെയ്തു. എന്നാൽ അന്ന് അവരുടെ ഗവേഷണം അവിടെ അവസാനിപ്പിക്കാതെ അവിടെ നിന്ന് അവർ വീണ്ടും ഗവേഷണം ആരംഭിക്കുകയും ചെയ്തു. ഏകദേശം 2003 മുതൽ 2024 വരെ നീണ്ടുനിന്ന ഗവേഷണത്തിൻ്റെ അവസാനം ആ ഗവേഷകർ സൗത്തേൺ ചൈനയിലെ ഒരു ഭാഗത്തിൽ നിന്ന് ഏകദേശം 240 മില്യൺ വർഷം പഴക്കമുള്ള ഒരു ഡ്രാഗൻ്റെ അവശിഷ്ടം അവർ കണ്ടുപിടിക്കുകയും ചെയ്തു. ഏകദേശം 240 മില്യൺ വർഷം പഴക്കമുള്ള ഫോസിലായിരുന്നു അവിടുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഡ്രാഗൺ ഏകദേശം 16 അടിയോളം നീളമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഡ്രാഗൺസ് നമ്മുടെ ഈ ഭൂമിയിൽ 240 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ്